ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള മൊഡ്യൂളാണ്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള കമ്മ്യൂണിക്കെയറിൽ നിന്നാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിങ് ഐഡിയാസ്, തോട്ട്സ്, ഒപ്പീനിയൻസ്, ഇൻഫോർമേഷൻസ്, ഫീലിങ്സ്, ഇമോഷൻസ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പല ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. Communication is essentially the ability of the one person to make contact with another and make himself or herself understood. അത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് പറയുന്ന ആൾക്കും അത് കേൾക്കുന്ന ആൾക്കും മനസ്സിലാവുന്നതായിരിക്കണം എന്നാണ് ജോൺ എഡയർ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയൻസ് ഓർ ഇമോഷൻസ് ഓഫ് 2 or more പേഴ്സൺസ്. അതായത് 2 or അതിലധികമോ വ്യക്തികൾ തമ്മിൽ അവരുടെ ഫീലിങ്സും ഐഡിയാസും ഇമോഷൻസും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് വില്യം ന്യൂമാൻ ആൻഡ് ചാൾസ് സമ്മർ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബ്രിഡ്ജ് ഓഫ് മീനിങ്. ഇറ്റ് ഇൻവോൾവ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ടെല്ലിംഗ്, ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് പറയലും കേൾക്കലും മനസ്സിലാക്കലും ചെയ്യുന്നൊരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ലൂയിസ് അലൻ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മീൻസ് ബൈ വിച്ച് തോട്ട്സ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്നും ചിന്തകൾ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ചാപ്പൽ ആൻഡ് റീഡ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് ഇൻഫോർമേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർ ഓർഗനൈസേഷൻസ് സോ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് റെസ്പോൺസ് റിസൾട്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ പേഴ്സൺസ് തമ്മിലോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് തമ്മിലോ ഐഡിയാസ്, ഇൻഫോർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് പീറ്റർ ലിറ്റിൽ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻസ് പല ടൈപ്സിലുണ്ട്. അതിലൊരു ഹെഡാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ മീൻസ് വിത്തിൻ ആണ്, ഇൻ്റർ മീൻസ് ബിറ്റ്വീൻ ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അത്. അതായത് ഇറ്റ് ടേക്ക് പ്ലേസ് വെൻ എ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിംസെൽഫ്. അതായത് നമ്മളോട് തന്നെ സംസാരിക്കുമല്ലോ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പേഴ്സൺസ്. 2 പേഴ്സൺസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുക, നമ്മുടേതായ രീതിക്ക് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുക, നമ്മൾ സംസാരിക്കുക, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ എന്ന് പറയുന്നത്. ഇൻ്റർ പേഴ്സണൽ എന്ന് പറയുമ്പോൾ 2 വ്യക്തികളോ ആയിട്ട് സംസാരിക്കാൻ ഫോർമലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്ത് പറയുന്നത് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു 3ാമത്തെ ടൈപ്പ് വരുന്നത് അതാണ് ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാ പേഴ്സണൽ എന്ന് വെച്ചാൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നു. ഇൻ്റർ പേഴ്സണൽ നമ്മൾ 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നു. 3ാമത്തെ ടൈപ്പാണിത് ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പലരോട് സംസാരിക്കുന്നുണ്ടാവും. ബസ്സിൽ കണ്ടക്ടറായിട്ട് സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഷോപ്പിലെ ഓണറായിട്ട്, ഷോപ്പ് കീപ്പറായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, കസ്റ്റമേഴ്സായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, വഴി വെച്ച് കാണുന്ന ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ കോൺടാക്റ്റ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇംപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഹെഡാണ് ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും ഇൻ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും. നമുക്ക് പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇൻട്രാ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പേഴ്സൺസ് ബിലോങ്ങിങ് ടു എ സെയിം ഗ്രൂപ്പ്. എന്നാൽ ഇൻ്റർ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 ഗ്രൂപ്പുകൾ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ദ 2 ഗ്രൂപ്പ് ഓർ മോർ ദാൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഇതൊന്നും കൂടാതെ വേറെ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ സാധാ പറയുന്ന കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഫേംസ്, NGOs ആൻഡ് അതർ ഓർഗനൈസേഷൻ ഫോർ ട്രാൻസ്മിറ്റിംഗ് ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ്, പ്ലാൻസ്, പോളിസീസ്. അതായത് നമ്മൾ ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ, അത് ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യുക, ഓർഡേഴ്സ് പാസ് ചെയ്യുക, പോളിസീസ് ഡിസ്കസ് ചെയ്യുക തുടങ്ങിയ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഫാമിലിൻ്റെ ഇടയിൽ, മെമ്പേഴ്സിൻ്റെ ഇടയിൽ, ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്ത് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.